നാഗ്പൂർ 2020-ൽ ഇന്ത്യക്ക് 48 റൺസിന്റെ തകർപ്പൻ ജയം. ഇന്ത്യ ഉയർത്തിയ 239 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലൻഡിന് 190 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ. മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട്. കൂറ്റൻ സ്കോർ നേടിയപ്പോൾ തന്നെ ഇന്ത്യ ജയം ഉറപ്പിച്ചിരുന്നില്ലേ മനീഷ്? സർക്കാർ തീർച്ചയായും നാഗ്പൂരിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഉയർന്ന സ്കോർ എന്ന് പറയുന്നത് ശ്രീലങ്ക നേടിയ 215 റൺസായിരുന്നു. അത് ഇന്ത്യ മറികടന്നപ്പോൾ തന്നെ വിജയം ഇന്ത്യ ഏകദേശം ഉറപ്പിച്ചിരുന്നു. ഓപ്പണിംഗിൽ ഇറങ്ങിയ 35 പന്തുകളിൽ 84 റൺസ് നേടിയ അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ അവസാന ഓവറുകളിൽ കത്തിക്കയറി 20 പന്തുകളിൽ 44 റൺസ് നേടിയ റിങ്കു സിംഗുമാണ് ഇന്ത്യയെ 238 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ബോളിംഗിലേക്ക് വരുമ്പോൾ ആദ്യ ഓവറിലെ രണ്ടാം പന്തിൽ തന്നെ സഞ്ജു സാംസന്റെ സൂപ്പർ ക്യാച്ചിലൂടെ ഡെവൺ കോൺവേയെ അർഷദീപ് സിംഗ് മടക്കി. രണ്ടാം ഓവറിൽ വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യ രച്ചിൻ രവീന്ദ്രയെ മടക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ബോളിങ്ങിലും തുടക്കത്തിൽ തന്നെ ഒരു ആധിപത്യം പുലർത്തി. പക്ഷേ ന്യൂസിലൻഡിൻ്റെ ഗ്ലെൻ ഫിലിപ്സ് അർദ്ധ സെഞ്ചുറിയോട് കൂടി ഒന്ന് പൊരുതി നോക്കിയെങ്കിലും എത്തിപ്പിടിക്കാവുന്ന സ്കോർ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അങ്ങനെ ന്യൂസിലൻഡിൻ്റെ പോരാട്ടം 20 ഓവറുകൾ അവസാനിക്കുമ്പോൾ 190 അവസാനിക്കുകയായിരുന്നു. എന്തായാലും 5 പരമ്പരകളുടെ മത്സരത്തിൽ ഇന്ത്യ 1-0 മുന്നിലെത്തിയിട്ടുണ്ട്. ഏകദിന പരമ്പരയിലേറ്റ തോൽവിക്ക് ഇന്ത്യയുടെ യുവനിരത ഇക്കുറി പകരം വീട്ടുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സർക്കാർ